നമ്മൾ ആദ്യമായിട്ട് പോയത് ഭരണങ്ങാനം പള്ളിയിലേക്കാണ്. അവിടെ ചെന്ന് പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തണത്. എന്നിട്ട് പള്ളിയിലൊക്കെ അകത്ത് കയറി അൽഫോൻസാമ്മയുടെ രൂപമൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് പള്ളിയുടെ അകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇത് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേരന്ന് സന്ദർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഒഴിവ് ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പള്ളിയുടെ ഫ്രണ്ട് വശമാണ്. എല്ലാവരും കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ കൊടിമരമാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് വ്യൂ ട്ടാ. ഒരു സൈഡിൽ നിന്ന് ഈ അറ്റം വരെ ഈ വ്യൂ ആണ്. മുകളിൽ എന്തോ പ്രതിമയുടെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പള്ളിയുടെ സ്റ്റാളുകളാണ്. കൊന്ത പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുക അവിടെ നിന്ന്. ഫുള്ള് വണ്ടികൾ കണ്ട. ടൂറിസ്റ്റ് വണ്ടികളും ഉണ്ട്, പ്രൈവറ്റ് വണ്ടികളും ഉണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരാണേ, ഷിനിയ, സേറ, ഇസ. വിളിച്ചാലോ ഒന്ന്? തിരിഞ്ഞു നോക്കുവോ? ഇങ്ങോട്ട് നോക്കിയേ. ഹലോ. നമ്മൾ നേരെ നടന്നു പോയിട്ട് ഇതിലെയാണ് പള്ളിയുടെ അകത്തേക്ക് എൻ്റർ ആയത്. ഇത് അൽഫോൻസാമ്മയുടെ രൂപമാണ്. കണ്ട, എല്ലാവരും കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെത്തിയ നേരത്തെ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിവിടെ എല്ലാം മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ടീമാണ്, ടൂറിലുള്ള ടീമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി നിന്ന് പോസ് ചെയ്തതാണ്. രാവിലെ എല്ലാവരും 5:30 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി നിന്ന് കഴിക്കുന്നതാണ്. ഓരോരുത്തർ ഓരോ വശത്തൊക്കെ പോയി തണലത്തൊക്കെ നിന്നിട്ട് നമ്മളെല്ലാവരും വെള്ളയപ്പവും മുട്ടക്കറിയായിരുന്നു. ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞു നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പള്ളിയുടെ അവിടെ എല്ലാം കണ്ട് നടന്നു ചേട്ടാ. ഒരുപാടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വാഗമണ്ണാണ് പോണത്. വാഗമണ്ണിലോട്ടുള്ള യാത്രയാണ് ഇനി. ഇത് പള്ളിയുടെ ഫ്രണ്ടിലാണ്. നമുക്ക് വാഗമണ്ണിലോട്ട് പോവാം കേട്ടോ.